മിക്ക വീടുകളും സിംഗിൾ ഫേസിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിംഗിൾ ഫേസ് ചെയ്യുന്നതിനേക്കാളും 3 ഫേസിലോട്ട് അവർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇനിഷ്യലി ചെറിയൊരു എമൗണ്ടല്ലേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. 3 ഫേസ് കണക്ഷൻ ഒരിക്കലും കറണ്ട് ബില്ലിന് വ്യത്യാസം വരില്ല. ബില്ല് ഒരുപോലെ തന്നെയാണ്. മീറ്റർ വാടകയിൽ ഒരു ചെറിയ വ്യത്യാസം വരുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ കണക്റ്റിംഗ് ലോഡ് വെച്ചിട്ട് സിംഗിൾ ഫേസ് വീടുകളല്ല ചെയ്യുന്നത്. 1500 മുകളിലോട്ടുള്ള 3 ബെഡ്റൂമുള്ള വീടുകളിൽ ഉറപ്പായിട്ട് 2 ബെഡ്റൂമിൽ AC വരും. അപ്പോൾ അത്രയും പോയിന്റ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ഫേസിൽ ഇത്രയും ലോഡ് താങ്ങത്തില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫേസിൽ കറണ്ടില്ല, ഒരു ലൈൻ പൊട്ടിപ്പോയാലും നമുക്ക് ബാക്കി 2 ലൈനിന് കിട്ടും. അത് പോയിട്ട് കണക്റ്റിംഗ് ലോഡിന് അതനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. നമുക്കൊരു വോൾട്ടേജ് വേരിയേഷനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. കറണ്ട് ചാർജിന് വേറെ ഒരു വ്യത്യാസവും വരാത്തതുകൊണ്ട് നമുക്ക് ഈ ആദ്യത്തെ DB ബോക്സ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ചിലവ് മാത്രമേ ഇതിലുള്ളൂ. ആ ചിലവ് ചെയ്ത് വിടാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ബഡ്ജറ്റ് വീടുകൾ വെക്കുമ്പോൾ പലപ്പോഴും ഈ റേറ്റിനൊക്കെ കസ്റ്റമർ ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. ബിൽഡേഴ്സ് കൂടുതലും സിംഗിൾ ഫേസിലോട്ടായിരിക്കും കൂടുതലും പോകും. പിന്നീട് ഇത് ഇടിച്ച് പൊളിച്ച് കൺസീൽ ചെയ്തൊക്കെ വയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിംഗിൾ ഫേസ് വയ്ക്കാതെ 3 ഫേസ് വയ്ക്കുകയാണെങ്കിൽ ചെറിയ പൈസയ്ക്ക് നമുക്ക് തീരും അല്ലേ? അതെ, ചിലപ്പം ചിലയിടത്ത് 3 ഫേസ് ലൈന് വരുന്നില്ലായിരിക്കും. ചിലപ്പോൾ സിംഗിൾ ഫേസ് ആയിരിക്കും ആ പ്ലോട്ടിൽ വന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ 3 ഫേസ് ലൈന് കൊണ്ടുവരണമെങ്കിൽ അത് മീറ്ററിന് ഭയങ്കര ചാർജാണത്. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ നമ്മൾ 3 ഫേസ് ആയിട്ട് ചെയ്തിടുക, സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്താൽ മതി. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ അവർക്ക് 3 ഫേസ് വരുമ്പോൾ ആ 3 ഫേസ് എടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രിക് പോയിന്റുകൾ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ കിച്ചണിൽ അടിക്കുമ്പോൾ നമ്മളെ കിച്ചൺ കബോർഡിൻ്റെ മുകളിൽ നമുക്ക് മിക്സിക്കായാലും ഫ്രിഡ്ജിനായാലും എവിടെയൊക്കെയാണ് പോയിന്റുകൾ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഈ പ്ലാസ്റ്ററിങ്ങിന് മുന്നേ തന്നെ ബോക്സ് വെച്ച് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പ്രൈമർ പുട്ടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ആ സ്ലീവിലോ അല്ലെങ്കിൽ അതിന് ശേഷം കിടന്ന് അടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ചിമ്മിനിക്ക് എവിടെ പോയിന്റ് വരണം, നമ്മൾ ചിമ്മിനി സ്റ്റൗ യൂസ് ചെയ്യണം. ഇലക്ട്രിക് ആണെങ്കിൽ അല്ലെങ്കിൽ പോലും ഒരു ഇലക്ട്രിക് പോയിന്റ് സ്റ്റൗവിനും വെക്കണം. ഓവൻ എവിടെ വരുന്നുണ്ട്, 16 ആംപിയറിൻ്റെ സ്വിച്ചുകൾ എവിടെയൊക്കെ വേണം, അതിൽ 2.5 വയർ എവിടെയൊക്കെ വലിക്കണം, ഇതെല്ലാം നമുക്ക് നേരത്തെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അല്ല എങ്കിൽ നമ്മൾ ഫിനിഷായി വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും.